ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജൂനിയർ മർച്ചൻ്റ് ഫിസിക്സ് വെയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 31 ജനുവരി 2024 കേരള PSC നടത്തിയ ജൂനിയർ സിസ്റ്റം ഓഫീസർ മിൽമയിലേക്ക് നടത്തിയിരുന്ന PSC പരീക്ഷയുടെ ഫിസിക്സ് പാർട്ടി എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ഇപ്പം ഏതൊക്കെ ഫീൽഡിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെക്റ്റർ ഫീൽഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവിടെ വെക്റ്റർ ഫീൽഡിൻ്റെ ഗ്രേഡിയൻ്റ് കേൾ വെച്ചിട്ട് വരുന്നതിൽ അതിന് വെക്റ്റർ റൊട്ടേഷനിലാണോ സോളിനോയിഡിലാണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ കോർഡിനേറ്റ് സിസ്റ്റമാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നിന്ന് റെക്റ്റാങ്കുലർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഇക്വേഷൻ തന്നിട്ട് ചോദിച്ചിരുന്നു. അടുത്തത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും ചോദിച്ചു. പിന്നെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ അടുത്തത് വെക്റ്ററിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് രണ്ട് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ കോർഡിനേറ്റ് വന്നിട്ട് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അടുത്ത തെർമോഡൈനാമിക്സിൽ നിന്നായിരുന്നു. തെർമോഡൈനാമിക്സിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി. രണ്ട് ടെമ്പറേച്ചർക്ക് ഇടയിൽ വർക്ക് ചെയ്യുന്ന കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചത്. പിന്നെ ഇൻ്റർഫറൻസിൽ നിന്ന് വന്ന ഒപ്റ്റിക്സിൽ നിന്ന് വന്ന ഇൻ്റർഫറൻസ് ടോപ്പിക്കാണ്. അതിൽ നിന്ന് പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും കാണാനാണ്. ലേസറിൽ നിന്ന് ഹീലിയം നിയോൺ ലേസറിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് കൊന്നു. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്ന് ന്യൂമറിക്കൽ അപ്പറേച്ചർ ഓഫ് ദ ഒപ്റ്റിക്കൽ ഫൈബർ കാണാൻ ചോദിച്ചിരുന്നു. അറ്റോമിക് ഫിസിക്സിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത് H-ബീറ്റ ലൈൻ്റെ വേവ് ലെങ്തിനെ പറ്റിയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കൈനറ്റിക് എനർജിയും വർക്ക് ഫംഗ്ഷനും കണക്ട് ചെയ്ത ഒരു റിലേഷൻ ചോദിച്ചിരുന്നു. ആറ്റം ബോംബിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ. പിന്നെ സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് ഫിസിക്സിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രൈവ് ലാറ്റിസാണ്. ആ ലാറ്റിസിൻ്റെ പാരാമീറ്റേഴ്സ് എന്നിട്ട് ഏത് തരം ടൈപ്പ് ബ്രൈവ് ലാറ്റിസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരുന്നു. പിന്നെ ക്യൂബിക് പ്ലെയിൻസിൻ്റെ ഇൻ്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നു. ഇലാസ്റ്റിസിറ്റിയിൽ നിന്നും ചോദിച്ചത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷനാണ്. പിന്നെ ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ചോദിച്ചിരുന്നു. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നിന്ന് വരുന്നതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ. ഇവിടെ ഒരു സോപ്പ് ബൗളിൻ്റെ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ എക്സസ് പ്രഷർ ഇൻ എ സോപ്പ് ബൗൾ ചോദിച്ചിരുന്നു. പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടായിരുന്നു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് ഏരിയയും വെലോസിറ്റിയുടെ റിലേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് സോൾവ് ചെയ്യാൻ തന്നിരുന്നത്. പിന്നെ തെർമൽ റേഡിയേഷൻസിനകത്തു നിന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ആണോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മൾ ഫുൾ കാര്യങ്ങളും കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പോകുന്നത്. പിന്നെ അടുത്തതായിട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് എൻ്റെ ഡെഫിനിഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക്സ് പ്രോസസ്സ് അഡയബാറ്റിക് ഐസോബാറിക് ഐസോകോറിക് ഐസോതെർമൽ ഇതിൽ നിന്നെല്ലാം ഫസ്റ്റ് ലാ ഡിറൈവ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ലായുടെ എക്സ്പ്രഷനാണ് ചോദിച്ചത്. തെർമോഡൈനാമിക്സിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒന്ന് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയും പിന്നെ ഈ വർക്ക് ഡൺ എത്രയാണെന്ന്. ഇത് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇത് കൺസെപ്റ്റ് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന്